كأنما الدين ضيف حل ساحته بكل قرم إلى لحم العيدا قريمي. كأنما الدين പരിശുദ്ധമായ ദീൻ ആയതുപോലെയുണ്ട്, വൈഫുൻ അതിഥിയെ പോലെ. എങ്ങനെയുള്ള അതിഥിയാണ്? ഹല്ല സാഹത്തഹും, ആ ദീനനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ മുറ്റത്ത് വന്നിറങ്ങിയ അതിഥിയെ പോലെയാണ് പരിശുദ്ധമായ ദീൻ. ബി കുല്ലി ഖർമിൻ, ഒരു കൂട്ടം ധീരന്മാരോടുകൂടെ. എങ്ങനെയുള്ള ധീരന്മാരാണ്? ഖരിമിൻ ഇലാ ലഹ്മിൽ ഐദ, ശത്രുവിന്റെ മാംസത്തെ കൊതിക്കുന്ന ഒരു പറ്റം ധീരന്മാരോടുകൂടെ വന്നിറങ്ങിയ അതിഥിയെ പോലെയാണ് പരിശുദ്ധമായ ദീൻ. എന്ന് പറഞ്ഞാൽ ദീൻ ഉദ്ഘോഷിക്കുന്നത് ശാന്തിയും സമാധാനവുമാണ്. ആ ശാന്തിയും സമാധാനവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളംബരം ചെയ്യുന്നത്, പറയുന്നത് യുദ്ധം കൊതിക്കുന്ന അന്നത്തെ 6-ാം നൂറ്റാണ്ടിലെ ഇരുണ്ട കാലം എന്നറിയപ്പെടുന്ന അന്ന് ജീവിച്ചിരുന്ന ആ ജനങ്ങളോടാണ്. അപ്പൊ സ്വാഭാവികമായും യുദ്ധമില്ലാത്ത ഒരു കാലം എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നിസാരമായ കാര്യത്തിനു വേണ്ടി പോലും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ അവരുടെ ഒരു ദിനചര്യയുടെ ഭാഗമാണ്. അങ്ങനെയുള്ളവരോട് യുദ്ധം നിർത്തണം, അതല്ലെങ്കിൽ നിങ്ങൾ അനാവശ്യമായി പോരടിക്കരുത്, ശാന്തിയോടെ സമാധാനത്തോടു കൂടെ മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇത് പറയുന്നവർ അവരുടെ ശത്രുവായി മാറുകയാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും കൂടെയുള്ള സ്വഹാബത്തിനോടും അവർ യുദ്ധം പ്രഖ്യാപിച്ചു മുന്നോട്ട് വരുമ്പോൾ ആ സ്വഹാബത്ത് ഒരിക്കലും പിന്നോട്ട് മാറി നിൽക്കുന്നില്ല, പേടിച്ച് വിരണ്ടോടുന്നില്ല, മറിച്ച് അതിനെ പ്രതിരോധിക്കുകയാണ്. ആ പ്രതിരോധ വീര്യത്തെയാണ് മഹാനവറുകൾ ഈ വരിയിലൂടെ വർണ്ണിക്കുന്നത്. ഒരു പറ്റം ശത്രുവിന്റെ മാംസത്തിലേക്ക് കൊതിക്കുന്ന ധീരന്മാരോടുകൂടെ ഇവരുടെ മുസ്ലിങ്ങളുടെ മുറ്റത്ത് വന്നിറങ്ങിയ അതിഥിയാണോ ഈ പരിശുദ്ധമായ ദീൻ എന്ന് തോന്നിപ്പോകും. അത്രയും ധീരതയായിരുന്നു സ്വഹാബത്തിന് ശത്രുക്കളോട് നേരിടാൻ.